ഇതിനകത്ത് ഈ പറഞ്ഞ വാദങ്ങൾ പ്രിയപ്പെട്ട ജയ്ക്ക് ഇന്നലെ പറയുവാണെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാമായിരുന്നു. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാനുള്ള പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇന്നലെ പറഞ്ഞിടത്ത് തന്നെ ജയ്ക്കും കൂട്ടരും തീർച്ചയായിട്ടും ഇവർക്കെന്തോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളത് കാര്യം ക്ലിയറാണ്. ഇന്നലെ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ ഒന്ന് പറഞ്ഞ എന്താണ്, മുഖ്യമന്ത്രിക്കാരോടെങ്കിലും സംസാരിക്കാൻ PR ടീമിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ പ്രസ് കോൺഫറൻസ് നൽകണമെങ്കിൽ ഇടതും വലതും PR ടീമിന്റെ മുതലാളി ഉൾപ്പെടെ ഇരിക്കണമെന്നുള്ള ഒരു ദുരവസ്ഥ എത്തിയിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഹിന്ദു ദിനം, ഞാൻ ഹിന്ദു ദിനപത്രത്തെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഹിന്ദുവിന്റെ ഇന്നലത്തെയുള്ള ആ ഒരു കത്തിൽ വന്നത് കൃത്യമായി പറയുന്നത്, അവർ ഡിസ്ക്ലെയിമറിൽ വന്നത്, കൈസൻ എന്ന് പറഞ്ഞ PR ഏജൻസിയാണ് മുഖ്യമന്ത്രിയുമായി ഹിന്ദുവിനോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കൈസൻ പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഇന്റർവ്യൂവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ കൈസന്റെ ഭാഗമായി കൈസന്റെ മുതലാളിക്ക് വന്നിരിക്കാം. അത് തെറ്റുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ തമ്മിൽ ഇടപാട് പോലിരിക്കും സർക്കാർ തമ്മിലുള്ളത്. അതിന്റെ മുതലാളിക്ക് വന്നിരിക്കാം. പക്ഷേ രണ്ടാമതായി വന്നിരിക്കുന്ന വ്യക്തി കൈസൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആളല്ല എന്ന് CPM തന്നെ സമ്മതിക്കുകയാണ്. മാധവ് പറയുന്നു ഒരു മുൻ MLA യുടെ മകൻ, തെറ്റില്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കാം. പക്ഷെ എന്ത് കപ്പാസിറ്റിയിലാണ്? ഞാൻ ശബരി, താങ്കൾ കോർപ്പറേറ്റ് ലോകത്ത് വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ PR രംഗത്തുള്ള ആളാണ്. ഐപാക്കിന് വേണ്ടി, അതായത് നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ സ്ഥാപനത്തിന് വേണ്ടി 2023 വരെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഈ TD സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇപ്പോൾ റിലയൻസിന്റെ ഒരു സബ്സിഡറി കമ്പനിയിലാണ്, റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിന്റെ 75% ഷെയർ ഹോൾഡ് ചെയ്യുന്ന സ്ഥാപനം റിലയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്, ഇന്നൊരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത്, ഞാൻ കേസുമായി അസോസിയേറ്റ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹം അത് കൺഫേം ചെയ്യുന്നുണ്ട്. ഇല്ല, അതിൽ എന്നാൽ കൂടുതൽ അപകടങ്ങളുണ്ട്. റിലയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സീനിയർ മാനേജർ വന്നാണോ കേരള മുഖ്യമന്ത്രിയുടെ കൊടുത്ത പ്രസ് കോൺഫറൻസിന് തിരുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ വ്യാപ്തിയുണ്ട്. RSS BJP അജണ്ട മുഖ്യമന്ത്രി നിഷ്കളങ്കമായി പറയുന്ന പോലെ തൻ്റെ പത്രസമ്മേളനത്തിലേക്ക് RSS BJP ആന്റി ഒരു മുസ്ലിം അജണ്ട അത് നുഴഞ്ഞു വിട്ടത് റിലയൻസിന്റെ ഒരു ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആ ഒരു വാദം എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര തലങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുമുണ്ട്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കൈസൻ എന്നുള്ള കമ്പനിയുമായിട്ട് ഒരു ഔദ്യോഗിക കരാറും കേരളത്തിലെ സർക്കാരിനില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട് ശ്രീ പ്രഭാവർമ്മ, മീഡിയ സെക്രട്ടറി ഉണ്ട് ശ്രീ PM മനോജ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ പ്രതിമാസം 12 ലക്ഷം രൂപ ചെലവാക്കി 30 ആളുകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിലുണ്ട്. തിരുവനന്തപുരത്ത് IAS ഉദ്യോഗസ്ഥൻ ലീഡ് ചെയ്യുന്ന PRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ PRD വകുപ്പിന് കീഴിൽ 14 ജില്ലയിലും ഡൽഹിയിലും PRDയുടെ ഓഫീസർമാരുണ്ട്. ഇത്രയും വലിയ ഒരു വലിയ വൃന്ദം ഉണ്ടായിട്ടും അതിലുപരി ഇവർക്ക് ഈ പറയപ്പെടുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനിക്ക്, കൈസർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതിൽ സർക്കാരുമായിട്ടുള്ള ഒരു ടെൻഡറും ഇല്ല. ഞാൻ കഴിഞ്ഞ 5-10 വർഷത്തെ ഡോക്യുമെന്റ് എടുത്ത് നോക്കി, ഇങ്ങനെ ഒരു കമ്പനിക്കുള്ള ഒരു ടെൻഡറോ ഒരു അഗ്രിമെന്റോ കേരള ഗവൺമെന്റിനില്ല. എന്ന് മാത്രമല്ല, കേരള ഗവൺമെന്റിന് വേണ്ടി PR ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ കേരളത്തിൽ നിർബന്ധമായി ഓഫീസ് വേണം, വിശേഷ തിരുവനന്തപുരത്ത് നിർബന്ധമായി ഓഫീസും ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് PRD പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈസൻ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അദൃശ്യമായ ഏതോ കമ്പനിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ഒരു ചാരപ്പണി പോലുള്ള പ്രവർത്തനം ചെയ്യുകയാണെന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ തിരുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തിരുത്തിയത് ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അത് ഇതിനേക്കാളും വലിയ വിഷയമല്ലേ? ഇവിടെ അൻവറിന്റെ വിഷയത്തേക്ക് തിരികെ പോകണം, ഇവിടെ സർക്കാർ പറഞ്ഞ തെറ്റുകളെക്കുറിച്ച് തിരികെ പോകണം. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തിരുത്താൻ വേണ്ടി ഇവിടെ കൈസനെ പോലത്തെ പ്രൈവറ്റ് കമ്പനിയും റിലയൻസും ഒക്കെയാണോ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറയുന്നത് തീരുമാനിക്കേണ്ടത്? റിലയൻസ് കമ്പനിയാണോ? റിലയൻസ് കമ്പനിക്ക് 70% ഷെയറുള്ള കൈസനാണോ തീരുമാനിക്കേണ്ടത് കേരള മുഖ്യമന്ത്രിയുടെ കേരള നാടിന്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്? ഈ നാട്ടിലെ ഒരു പ്രമുഖ ജില്ലക്കെതിരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് പ്ലാനിങ്. കേരള സ്റ്റോറി എന്നൊരു സിനിമ കേരളം ഒഴിച്ച് ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളും വലിയ ഹിറ്റായിരുന്നു. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ആ ആളുകൾക്കൊരു രണ്ടാം കേരള സ്റ്റോറി ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിൽ, കേരളത്തിലെ ഏറ്റവും ഉന്നത വ്യക്തിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിലൂടെ ആ ഒരു പ്രൊപ്പഗാൻഡ വിഷം കടത്തിക്കുത്തിട്ടുണ്ടെന്ന് നാളെ റിലയൻസ് ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണെന്നുള്ള ചോദ്യം മാത്രമേ ഹൈഡ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് ഒരു ചോദ്യം കൂടെ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന്
നിയമസഭ തുടങ്ങുകയാണ് 4-ാം തീയതി. പ്രധാനപ്പെട്ട 49 ചോദ്യങ്ങൾ ഫ്ലോറിൽ ചോദിക്കേണ്ട നക്ഷത്രസിന്റെ വിട്ട് വരേണ്ട ക്വസ്റ്റ്യനുകൾ. ഏകദേശം രാവിലെ 8:30 9 മണിക്ക് സഭ തുടങ്ങുമ്പോൾ 1 മണിക്കൂർ ക്വസ്റ്റ്യൻ അവറിൽ വരേണ്ട ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട RSS ബന്ധമടക്കമുള്ള ഈ പറഞ്ഞ അജിത് കുമാറിന്റെ വിഷയമടക്കമുള്ള കാഫിർ വിഷയമടക്കമുള്ള മാമി തിരോധാനം അടക്കമുള്ള സുപ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് മാറ്റി അൺസ്റ്റാർഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു പ്രധാനപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെന്റ് മുഖ്യമന്ത്രിക്ക് TV-യിൽ വന്ന് രാവിലെ മറുപടി പറയാൻ അലോസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ എഴുതി കൊടുത്താൽ ഒരു വിചിത്രമായിട്ടുള്ള തീരുമാനം ഒരു സ്പീക്കർ എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം വായിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആദ്യ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നല്ലോ തോമസ് എന്ന് പറഞ്ഞ ഞാൻ പറയാം അല്ല ശ്രീ ജെയ്സി തോമസ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ തനിക്ക് ഇഷ്ടമുള്ള പേപ്പറുകൾ മാത്രം പഠിച്ച് കാണാപ്പാടം വന്ന് ഈ ചാനൽ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വലിയ ഒരു ആളോട് ഞാൻ പറയുകയാണ്. ഈ പറഞ്ഞ AKG EMS അടക്കമുള്ള ആളുകളുടെ പൂർവ്വകാല ചരിത്രം നോക്കണം. അവരന്ന് കോൺഗ്രസ് ആയിരുന്നു. കേളപ്പജി അടക്കമുള്ള അതിന് മുമ്പുണ്ടായിരുന്ന സമരം അടക്കം വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ EMS ഉണ്ടാക്കിയതാണല്ലോ പറഞ്ഞത്. സപ്തകക്ഷി മുന്നണിയല്ലേ, അതിനകത്ത് ലീഗ് ഉണ്ടല്ലോ. കോൺഗ്രസ് എവിടെയെങ്കിലും മലപ്പുറം ജില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? 969 മലപ്പുറം ജില്ല ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്നത് UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗാണ്. അന്നവർ നിങ്ങളുടെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ് ഒരിടത്തും മലപ്പുറത്തിനെതിരായിട്ട് നിന്നിട്ടില്ല. ഇവിടെ കേളപ്പജിയുടെ അവസാന കാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവസാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും തളി ക്ഷേത്രബന്ധത്തിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വീണ്ടും കോൺഗ്രസിന് മുന്നിൽ എത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ജെയ്സി തോമസ്, നിങ്ങളെക്കാൾ വിവരമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഒരു അന്തരിച്ചു പോയി, സീതാറാം യെച്ചൂരി. ഇന്ത്യയിൽ RSS-നെ ഓടിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയുടെ അവസാനം വന്ന ശ്രീ സീതാറാം യെച്ചൂരിയാണ് ഏറ്റവും മിടുക്കനായി, ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഞാൻ കാണുന്നത്. അല്ല നിങ്ങളെപ്പോലെ അറിഞ്ഞു പഠിച്ച 2 ഫാക്റ്റും പഠിച്ച് ആരെങ്കിലും വാട്സാപ്പ് ഇട്ടിരുന്നുകൊണ്ട് കമ്മ്യൂണിസം പറയുന്ന ആളുകളല്ല. ആ യെച്ചൂരിയോടും യെച്ചൂരിയുടെ രാഷ്ട്രീയ സ്കൂളിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസിന്റെ ന്യായം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ സെക്യുലറിസം എന്താണെന്നുള്ളത്, കോൺഗ്രസിന്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ആ യെച്ചൂരി, അതുപോലെ ഞാൻ പറയട്ടെ, ആ യെച്ചൂരി രാഹുൽ ഗാന്ധിയോടൊപ്പം ആ മഞ്ഞത്ത് കശ്മീരിൽ പോയപ്പോൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇലക്ഷന് പോകാത്തൊരു മുഖ്യമന്ത്രിയുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ. കേരളത്തിൽ ഇലക്ഷന് ശേഷം മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോകാതെ മലേഷ്യയിൽ പോയ ആളാണ്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിന് വേണ്ടി എല്ലാ സമ മനസ്സുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് പോയപ്പോൾ KCR എന്ന് പറഞ്ഞ BJP-യുടെ B ടീമായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ ഓഫീസിന് തറക്കല്ലിടാൻ പോയ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് സംഘപരിവാറിന്റെ ആള്? പിന്നെ മലപ്പുറത്തിന്റെ കാര്യം പറയുന്നു. ഇവിടെ മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖകൾ, ഇപ്പോൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കേസുകളാണെന്നുള്ള തെറ്റുവരെ പറഞ്ഞ് നിങ്ങളല്ലേ? നിങ്ങൾ സർക്കാർ രേഖ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ പോലീസ് രേഖ നോക്കിയിട്ടുണ്ടോ? ക്രൈം കേസിന്റെ ഡേറ്റാബേസ് നോക്കിയിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ജില്ലയാണ് മലപ്പുറം. മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ CPM-ഓ അല്ല, അൻവറാണ് മലപ്പുറം ജില്ലയിൽ കൂടുതലായി കേസുകൾ ചാർജ് ചെയ്യുന്നു. മലപ്പുറത്തെ ഒരു പ്രത്യേക നിലയിൽ ക്രൈം റേറ്റ് ഏറ്റവും കൂടുതൽ ജില്ലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. പാർലമെന്റിൽ ചോദ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈം ചുമത്തപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം എന്ന് വരുന്നു എന്നൊക്കെ പറയുന്നത്. സർക്കാരിന് അങ്ങനെ വേർഷൻ ഇല്ല. അല്ല അഭിലാഷ്, ഞാൻ പറയാം, അല്ല അത് ഈ ജെയ്സി തോമസ് പറഞ്ഞ മഹാൻ അത് റെക്ടിഫൈ ചെയ്തോ? ഈ പറഞ്ഞ ഇത്രയും ചാനലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഈ വിഷയം വന്നതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും മലപ്പുറത്തെ കുറിച്ച് തെറ്റായിട്ടുള്ള രേഖയാണ് അത് ഈ ഡേറ്റാബേസ് നോക്കുകയാണെങ്കിൽ 4ാമത്തേതാണെന്നുള്ള റെക്ടിഫിക്കേഷൻ അൻവറിനെതിരെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഏതെങ്കിലും CPM-ന്റെ ചാനൽ അവതാരകൻ വന്നിട്ടിരുന്ന ആ ഡേറ്റ റെക്ടിഫൈ ചെയ്തോ? വളരെ കൃത്യമാണ്. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് ഇപ്പോൾ അത് അഭിലാഷിന് തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങളിപ്പോൾ ആ റിലയൻസിന്റെ ഉദ്യോഗസ്ഥയോട് ന്യായീകരിക്കുകയാണ്. ജെയ്ക്ക് ചോദിച്ചു റിലയൻസിലൂടെ നേരിട്ട് നമ്മൾ രാഷ്ട്രീയ സംഘപരിവാർ അജണ്ട കൊണ്ടുവരികയാണെന്നുള്ളത്. എനിക്ക് സംശയമുണ്ട് ജെയ്ക്ക്. കാരണം അഭിലാഷ് വരെ ഇപ്പം എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അഭിലാഷ് പറഞ്ഞു റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഈ പറഞ്ഞ കൈസൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്ന് എൻ്റെ രീതിക്ക് അന്വേഷിച്ച് നോക്കി, അത്യാവശ്യം കാര്യങ്ങളും നോക്കി. കൈസന്റെ 74% ഷെയറും ഉള്ളത് മറ്റൊരു കമ്പനിക്കാണ്. 24% ഷെയർ ഉള്ളത് ഈ പറഞ്ഞ ഇതിന്റെ ഓർഡർ വിനീത് ഹണ്ടയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണ്. കൈസൺ എന്ന് പറഞ്ഞ കമ്പനി കണ്ടുപിടിക്കണം. റിലയൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്? എനിക്കറിയില്ല. റിലയൻസിന് ബന്ധമുണ്ട്. പല കമ്പനികളും ചെറിയ ചെറിയ കമ്പനികൾ ഫോം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇനി അറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത്
അഭിലാഷ്, ഞാൻ മനസ്സിലാക്കുന്ന 74% സ്റ്റേക്ക് ഉള്ളത് ഒരു വലിയ കമ്പനിക്ക്, 26% സ്റ്റേക്ക് ഉള്ളത് ഈ പറഞ്ഞ ഓണർഷിപ്പ് ഷെയർ. അവർ ഈ അടുത്ത കാലത്താണ് അവരുടെ ഒരു ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത് 74% സ്റ്റേക്ക് മറ്റൊരു ഹോൾഡിംഗ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഞാൻ തിരികെ എൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരള ഹൗസിന്റെ ഇടതുവശത്ത് മുഖ്യമന്ത്രിയും ഗവർണർക്കും മാത്രം താമസിക്കാനുള്ള ആ വലിയ ബംഗ്ലോയിൽ നിന്നുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് കൊടുക്കുമ്പോൾ തന്റെ ഇടതും വലതും ഇരിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ, മറ്റാളുകൾ വരുന്നത് ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അപ്രൂവലോടുകൂടി തന്നെ ഈ രണ്ടാളുകൾ പറഞ്ഞത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി എല്ലാവരും ഭയക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അനുവാദമില്ലാതെ ഒരു പേപ്പർ മൂവ് ചെയ്യാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പറ്റുമോ? ജെയ്സി തോമസിന് അദ്ദേഹത്തിന്റെ PS-ന്റെയോ മറ്റേ ആളുടെ അനുവാദമില്ലാതെ അതിന് അടുത്ത് പോകാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരുന്ന ഒരാൾ എഴുതി കൊടുക്കുന്ന പേപ്പർ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് ഒളിച്ചോടാൻ കഴിയത്തില്ല എന്നുള്ള കഷ്ടകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇന്ന് ശ്രീ ജലീൽ പറഞ്ഞ എന്താണ്? ഇവിടെ അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിപ്പില്ല, പക്ഷേ അൻവർ പറയുന്ന വിഷയങ്ങൾ എനിക്ക് ചില കാര്യങ്ങളും യോജിപ്പുണ്ട്. RSS വിഷയം ഒരിക്കലും ADGP ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൽ പ്രത്യാശയോട് കൂടി തന്നെ ADGPക്കെതിരെ അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പല വിഷയങ്ങളിലും എനിക്ക് അൻവർ പറയുന്നതിനോട് യോജിപ്പില്ലെങ്കിൽ പലതിലും യോജിപ്പുണ്ട്. എവിടെയാണ് CPM-നെ അൻവർ അനുകൂലിച്ചത്? അല്ല, ഇന്ന് ജലീൽ അനുകൂലിച്ചത്, ജലീൽ ഇന്ന് സംസാരിച്ചത് CPI സംസാരിച്ചത് പോലെയാണ്. ഇന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു എന്താണ് പറഞ്ഞത്? ഇവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാളെ അന്വേഷണ റിപ്പോർട്ട് അക്കാര്യത്തിൽ വരുമല്ലോ. ADGPയുടെ കാര്യത്തിൽ നാളെ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. ശരി.